ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഹാപ്പി ഓണം ടു ഓൾ. ഞാൻ ഉണ്ടാക്കിയ ഒരു അത്തപ്പൂവാണ് ഫസ്റ്റ് ഞാൻ കാണിച്ചത്. അതിന് വേണ്ടിയിട്ട് മോർണിംഗ് എഴുന്നേറ്റ് ഞാനും കൊച്ചുമോളുമായിട്ട് പോയി പൂക്കളെല്ലാം കളക്ട് ചെയ്തു, പല സ്ഥലങ്ങളിലൊന്നായിട്ട്. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഓരോ പൂവും സെപ്പറേറ്റ് ചെയ്തു ഒരു പൂക്കളമുണ്ടാക്കി. ആ പൂക്കളമാണ് ഫസ്റ്റ് നിങ്ങൾ കണ്ടത്. ഇത് മോർണിംഗ് ടൈമാണ്. ഞാൻ കുറേ പീജൻസും കുറേ ബേർഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ജപ്പാനിലെ ഇന്ത്യയിലുള്ള പോലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ എപ്പോഴും ഉണ്ടാകത്തില്ല, ഈ ഒരു ടൈം മാത്രം. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസും എടുത്ത് കുറേ ഫ്ലവർ കളക്ട് ചെയ്ത് വീട്ടിലോട്ട് പോന്നു. അപ്പോഴത്തേക്കും ഒരു കാറ്റർപില്ലർ ഞാൻ കണ്ടായിരുന്നു. സോ ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ പഴയ മെമ്മറീസൊക്കെ ഉണ്ടായിരുന്നു, ഓർക്കാൻ പറ്റി. കുഞ്ഞിലെ ഞങ്ങൾ അത്തപ്പൂ ഇടാൻ പോകുന്നതും ശേഖരിക്കാനായിട്ട് പോകുന്നതും ഒക്കെ ആയിട്ട്. അങ്ങനെ കുറേ ഫ്ലവേഴ്സൊക്കെ പല സ്ഥലത്തു നിന്നുമായിട്ട് ഈർത്തെടുത്തു. എന്നിട്ട് തിരിച്ച് വന്നു. വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഒരു പൂക്കളം സെറ്റ് ചെയ്തു. മോളുടെ സൈക്കിളിലാണ് ഞങ്ങൾ പൂ പറിക്കാനായിട്ട് പോയത്. അങ്ങനെ ഓരോ പൂക്കളായിട്ട് ഇറുത്തെടുത്ത് മോളുടെ സൈക്കിളിൻ്റെ ബോക്സിൽ വയ്ക്കും. ബോക്സ് നിറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോകും. അങ്ങനെയാണ് ഞങ്ങളുടെ ഈ ജപ്പാനിലെ ഒരു ദിവസത്തെ ഓണം. മോളും നല്ല ഹാപ്പി ആയിരുന്നു. എനിക്കും ഇഷ്ടമാണ് എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. വെറുതെ വീട്ടിനകത്തിരുന്ന് ബോറടിക്കണ്ടല്ലോ. അങ്ങനെ ഞങ്ങളുടെ ഓണം ഇങ്ങനെ നന്നായിട്ട് ആഘോഷിച്ചു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ വീട്ടിലൊരു പീജിയൻ, അത് പറന്നുപോയി. അങ്ങനെ ഞാൻ ബാക്കിയുള്ള പൂക്കളെല്ലാം എടുത്ത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കുഞ്ഞു പൂക്കളം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഫസ്റ്റ് ഒരു മോഡൽ ഉണ്ടാക്കി, അത് കഴിഞ്ഞ് അതിനെ എക്സ്റ്റൻഷൻ ചെയ്ത് കുറച്ചുകൂടെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്ലവേഴ്സ് അതിനകത്ത് ഫില്ല് ചെയ്തു. പിന്നെ വീണ്ടും ഒരു സർക്കിൾ മോഡലാക്കി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കണ്ടിട്ട് 3 പൂക്കളം പോലെ ഉണ്ട്, പക്ഷേ ലാസ്റ്റ് ഔട്ട്പുട്ട് ഇതായിരുന്നു. എല്ലാവർക്കും ഹാപ്പി ഓണം.